കേരളത്തിൽ വീണ്ടും COVID-19 വ്യാപിക്കുന്ന വാർത്തകൾ വരികയാണ്. ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ഏതാണ്ട് 1000-ഓളം കോവിഡ് കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 2025 മെയ് മാസം അവസാനമാകുമ്പോഴേക്കും. നാം ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ? കോവിഡ് തിരിച്ചു വരുമ്പോൾ അതിന്റെ കാരണം എന്താണ്? ലോകം വീണ്ടും നിശ്ചലമാകാൻ സാധ്യതയുണ്ടോ? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. കോവിഡ് ആദ്യ വ്യാപനം പോലെ തന്നെ നിലവിലെ കേസുകളുടെ എണ്ണം കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ അത് മുൻപത്തെ അതേ സാഹചര്യമാണ്. കൂടുതലായും കൃത്യമായ ടെസ്റ്റുകൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ കേസുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. ആ നമ്പർ നിങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. വ്യത്യസ്ത സബ് വേരിയന്റുകളായ ഒമൈക്രോൺ എന്ന വേരിയന്റാണ് ഇപ്പോൾ പടരുന്ന കോവിഡ് NB181, JN1, LF7 എന്നിവ. ഇതിൽ NB181 WHO നിരീക്ഷണത്തിലുമാണ്. അതായത് ഈ വേരിയന്റിനെ പറ്റി നിലവിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്ത വേരിയന്റുകൾ വരാനുള്ള കാരണം എന്താണ്? കോവിഡ് വൈറസ് സ്വയം മ്യൂട്ടേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇവ വേഗത്തിൽ പടരുന്ന ഒരു വൈറസ് ആണ്. എന്നാൽ നിലവിലെ സ്ഥിതി അനുസരിച്ച് കേരളത്തിൽ കണ്ടുവരുന്നത് വളരെ നേരിയ തോതിലുള്ള ലക്ഷണങ്ങളാണ്. ഇവ ഗുരുതരമല്ല. ഈ വൈറസ് വേരിയന്റ് സമീപഭാവിയിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിലുള്ള വാക്സിനുകൾ ഈ വകഭേദങ്ങൾക്കെതിരെയും പ്രവർത്തിക്കും എന്നാണ് WHO കരുതുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള പബ്ലിക് ഹെൽത്തിന് ഇത് വലിയൊരു ഭീഷണിയായിട്ട് കാണേണ്ടതില്ല. കോമൺ വൈറൽ ഫീവറിന്റെ നേരിയ ലക്ഷണങ്ങൾ തന്നെയാണ് നിലവിൽ കോവിഡ് ബാധിച്ചവർക്ക് കാണുന്നത്. മറ്റേതൊരു അസുഖത്തെ പോലെ തന്നെ കോവിഡിനെ നിയന്ത്രിച്ചു നിർത്താവുന്ന സാഹചര്യം ആണ് ഉള്ളത്. സിവിയർ കേസുകൾ ഉണ്ടാവുന്നതിൽ നിന്നുള്ള പ്രിവെൻഷനാണ് നിലവിൽ നമുക്ക് ചെയ്യാനുള്ളത്. കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ ജനങ്ങളോട് ജാഗ്രത പാലിക്കാനാണ് ആവശ്യപ്പെടുന്നത്. മാസ്ക് ഉപയോഗം പോലുള്ള പ്രാഥമിക കരുതലുകളാണ് നമുക്ക് ചെയ്യാവുന്നത്. ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പോകുന്നവർ നിർബന്ധമായി മാസ്ക് ഉപയോഗിക്കുക. ജലദോഷത്തിന്റെയോ പനിയുടെയോ ലക്ഷണങ്ങൾ ഉള്ളവർ അതിന്റെ മുൻകരുതലുകൾ സ്വീകരിക്കുക. പ്രായമായവർ, ഗർഭിണികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാർ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. ആരോഗ്യ പ്രവർത്തകരും ഡ്യൂട്ടി സമയങ്ങളിൽ മാസ്ക് ഉപയോഗിക്കാൻ മറക്കരുത്. ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാമെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.